തിരുവനന്തപുരം പോത്തങ്കോട് നവജാത ശിശുവിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോത്തങ്കോട് സ്വദേശികളായ സുരിത സജി ദമ്പതികളും 36 ദിവസം പ്രായമായുള്ള മകനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഐശ്വര്യ അനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഐശ്വര്യ, എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുതിയ വിവരം? എങ്ങനെയാണ് ഈ കുഞ്ഞ് മരണപ്പെട്ടത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ആര്യ, ഈ നവജാത ശിശുവിന്റെ അമ്മ സുരിതയ്ക്ക് നേരത്തെയും മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭ്യമാകുന്നത്. പോലീസ് നൽകുന്ന സ്ഥിരീകരണം അനുസരിച്ച് ഈ നവജാത ശിശുവിനെ കൊന്നത് തന്നെ അമ്മ സുരിത തന്നെ കിണറ്റിലേക്ക് എറിഞ്ഞ് കുഞ്ഞിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. രാവിലെ തന്നെ സുരിതയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിനുശേഷം ഈ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നതെന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കി ഈ കുഞ്ഞിന്റെ മൃതദേഹം കുഞ്ഞിന്റെ പിതാവ് സജിക്ക് വിട്ടു നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതായത് ഇന്ന് വെളുപ്പിനെ ഏതാണ്ട് 2:30-3 മണിയോടുകൂടിയാണ് ഈ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നത്. തുടർന്ന് സജിയാണ് പോത്തങ്കോട് പോലീസിൽ പരാതി നൽകിയത്. പോത്തങ്കോട് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ ഒരു ടവൽ വീടിന് പുറകുവശത്തെ ഒരു കിണറ്റിൽ നിന്ന് കണ്ടെടുത്തത്. അവിടെ പിന്നീട് കഴക്കൂട്ടം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയായിരുന്നു. അവർ നടത്തിയ തിരച്ചിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെടുത്തത്. എന്തായാലും പോലീസ് അന്വേഷണത്തിൽ ഇപ്പോൾ ഈ കുഞ്ഞിന്റെ അമ്മ സുരിത തന്നെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആര്യ, ഐശ്വര്യ, തുടക്കത്തിൽ ഈ പോലീസിനോട് അടക്കം പറഞ്ഞിരുന്നത്, അതായത് കുഞ്ഞിനെ പാല് നൽകി ഉറക്കാൻ വേണ്ടി സൈഡിലേക്ക് കിടത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല എന്ന തരത്തിലാണ് പരാതി നൽകിയപ്പോൾ അടക്കം അമ്മ പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് സുരിത ഈ ഒരു കുറ്റം സമ്മതിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? അതിന്റെ വിശദാംശങ്ങൾ എന്താണ് പോലീസ് നൽകുന്നത്? ആര്യ, സുരിത ഇതേ കാര്യം തന്നെയാണ് പോലീസിനോടും ഒപ്പം ബന്ധുക്കളോടും പറഞ്ഞത്. കാരണം ഇന്നലെ ഇന്ന് അതിരാവിലെ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ ഈ കുഞ്ഞിനെ കാണാനില്ല, താൻ പാല് കൊടുത്ത് തൊട്ടടുത്ത് കിടത്തിയതാണ് എന്നുള്ള കാര്യമാണ് ആദ്യം സുരിത വീട്ടുകാരോട് പറഞ്ഞത്. തുടർന്ന് സുരിതയുടെ അച്ഛനാണ് ഈ സുരിതയുടെ ഭർത്താവിനെ കാര്യങ്ങൾ അറിയിക്കുന്നതും സജി സ്ഥലത്തെത്തുകയും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ന് രാവിലെ ഈ സംഭവത്തിന് പിന്നാലെ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തതോടുകൂടി തന്നെ ഈ സുരിതയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ സുരിത ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശരി, ഐശ്വര്യ അനിലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോത്തൻകോട് നവജാത ശിശുവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അമ്മ തന്നെയാണ് പ്രതി എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. സുരിതയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. ചോദ്യം ചെയ്യലിൽ അമ്മ കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.